എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിക്രം തന്റെ ഗുണ്ടകളോടൊപ്പം നിൽക്കുകയാണ്. പിന്നീട് പറഞ്ഞു, എന്ത് പരിപാടിയടാ കാണിച്ച, എല്ലാ പണികളും പാളിപ്പോയില്ലെന്ന് ചോദിക്കാം. ഇതെങ്ങാനും ആ സരിയു അറിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നറിയാലോ. നിന്നോടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ തന്ത്രപരമായിട്ട് നീങ്ങണോന്ന്. അവന് പുറകിന്ന് പോയി കുത്താനേ പാടുള്ളൂ. ഒരു കാരണവശാലും അവന് മുന്നിലേക്ക് പോയി പെടലെന്ന് പറഞ്ഞില്ലെന്ന് ചോദിക്കാം. എന്റെ പൊന്നു വിക്രം, അങ്ങനെയൊക്കെയാ ഞങ്ങൾ ചെയ്തേ. പക്ഷെ എന്ത് ചെയ്യാനാ, കൃത്യ സമയത്ത് തന്നെ അവനത് കണ്ടു. അവൻ അങ്ങനെ ഞങ്ങളെ കൈകാര്യം ചെയ്യുന്നു പറയണ. അവന്റെ മുന്നിൽ അങ്ങനെ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് പറയാം. നാണമില്ല, ഒരുത്തന്റെ മുന്നിൽ പോയി ഇത്ര അമ്മമാർക്ക് തോറ്റ് തുന്നും പാടി വന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ്. അപ്പോഴേക്കുമാണ് വിക്രത്തിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. നോക്കിയപ്പോൾ സരയുവാണ് വിളിക്കുന്നത്. ഇത് അവളാണല്ലോ വിളിക്കുന്നത്. എന്തിനാണോ എന്റെ ഭഗവാനെ എന്നോർത്ത് വിക്രം കോൾ എടുക്കുവാണ്. കോൾ എടുത്തപ്പോഴത്തേനും കൺഗ്രാസ് വിക്രം എന്ന് പറയാണ്. അവന്റെ കാര്യം തീർത്തില്ലേ ആ കിരണ്ട്. എന്നാലും ഇത്ര പെട്ടെന്ന് നീ ഇത് ചെയ്യൂന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇപ്പൊ ഞാൻ കാത്തിരിക്കുക അവിടെ കൂട്ടക്കരച്ചിൽ വരുന്ന കാണാൻ വേണ്ടിയിട്ട്. അതിനുള്ള കാത്തിരിപ്പാന്ന് പറഞ്ഞിട്ട് സരയു ഫോൺ വെക്കാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് സരയു പറഞ്ഞു, അതെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നീ വേണ്ടായിരുന്നു എന്നെ വിളിച്ചു പറയാനായിട്ട്. മറ്റുള്ളവരെ കൊണ്ടായിരുന്നു വിക്രം പറയിക്കണ്ടേ എന്നൊക്കെ കൂടെ പറഞ്ഞിട്ടാണ് സരയു ഫോൺ കട്ട് ചെയ്യുന്നത്. ഒരു നിമിഷം വിക്രം ഞെട്ടിപ്പോയി. വിക്രം ഓർത്തത് എന്താ സംഭവിച്ചെന്ന് വിക്രത്തിന് മനസ്സിലായില്ല. ഈ സമയം കുണ്ടകളിൽ ഒരാൾ ചോദിച്ചു, എന്ത് പറ്റി വിക്രം എന്ന് ചോദിക്കണം. അവൾക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നത്. എന്താന്ന് അറിയത്തില്ല. കിരൺ മരിച്ചെന്നൊക്കെ അവള് കിടന്ന് പൊലമ്പുന്നേ. കാര്യം എന്താന്ന് മാത്രം മനസ്സിലായിട്ടില്ല എന്ന് പറയാം. ദൈവമേ, ഇങ്ങനെയാണെങ്കിൽ ഇനി ശരിക്കുള്ള സത്യം അറിഞ്ഞു കഴിയുമ്പോൾ അവൾ എന്തായിരിക്കും ചെയ്യുന്നേ, അത് ചിന്തിക്കാൻ പോലും വിക്രത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം കാർത്തികയും കിരണും കൂടെ സംസാരിക്കുമായിരുന്നു. കാർത്തിക കിരണിനോട് ഇത്രയും കാലം മൂടി വെച്ച ആ രഹസ്യം പറയാണ്. എന്റെ അച്ഛൻ ചിദംബരം എന്ന് പറയുന്ന ഒരാളായിരുന്നു പറയാണ്. അച്ഛനോ? അതെ, കാരണം എന്റെ അമ്മേനെ കൊണ്ട് ആങ്ങളമാര് വേറെ കല്യാണം കഴിപ്പിച്ചു. അപ്പൊ അയാളുടെ ഭാര്യ മരിച്ചു പോയിരുന്നു. അതിനകത്ത് അയാൾക്കൊരു മോനുണ്ടായിരുന്നു. അങ്ങനെ എന്നെയും അയാൾ നോക്കി. അയാളെ എനിക്ക് അറിവായപ്പോൾ മുതലേ ഞാൻ അയാളെ അച്ഛനെന്നും വിളിച്ചു വന്നിരുന്നേ. അങ്ങനെ അയാൾ എൻ്റെ അച്ഛനായി. അത് പാവൊരു മനുഷ്യനായിരുന്നു. ചിദംബരം എന്നായിരുന്നു പേര്. പക്ഷേങ്കിൽ അയാളുടെ ആദ്യത്തെ ഇതിലുള്ള മോൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദുഷ്ടനായിരുന്നു. ഗംഗാപ്രസാദ്, അത് അയാളുടെ പേരെന്ന് പറയാണ്. എൻ്റെ ഏട്ടനെന്ന് പറയാണ്. എന്നിട്ട് എന്താവാനാ? ചെറുതിലെ മുതൽ വില്ലത്തനങ്ങൾ മാത്രമായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ക്രൂരനായിരുന്നു. ഓരോ കേസിനും അങ്ങനെ ജയിലിൽ കയറി ഇറങ്ങി. അവസാനം ഇപ്പോഴും അത് തന്നെ അവസ്ഥയെന്ന് പറയണേ. ഇപ്പോഴും അയാൾ ജയിലില്ല. പക്ഷെ അച്ഛൻ അയാളുടെ സ്വഭാവം ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു, സ്വത്തുക്കളും മുക്കാൽ പങ്കും എൻ്റെ അമ്മയുടെ പേരിലേക്ക് എഴുതി വെച്ചു. പിന്നീട് സ്വത്തുക്കൾ അയാളുടെ പേരിലേക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളോട് വഴക്കും ഒച്ചപ്പാടും ഒക്കെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട. ആ സമയത്ത് അയാൾ ജയിലിലാവുകയും ചെയ്തെന്ന് പറയാം. ഇനി അയാൾ ഞങ്ങളെ അന്വേഷിച്ചു വരും, സ്വത്തുക്കൾ പിടിച്ചു വാങ്ങാൻ വേണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പം കിരൺ പറഞ്ഞു, ആ കാര്യമൊന്നും ഓർത്ത് പേടിക്കണ്ട. ഇവിടെ വന്ന് ആരും ഒന്നും ചെയ്യാനൊന്നും പോകുന്നില്ലെന്ന് പറയേ. അതൊന്നുമല്ല, ബാക്കിയുള്ള ഈ പ്രകാശനെയും വിക്രത്തിനെ പോലെയൊന്നുമല്ല. ഗംഗാപ്രസാദിനെ അറിയത്തില്ലാത്തോണ്ടാ അയാൾ അത്രയ്ക്ക് ദുഷ്ടനാന്ന് പറയണം. അതുകൊണ്ട് തന്നെ ഞങ്ങള് കിരണിനെ കല്യാണിയെക്കുറിച്ചും കിരണിന്റെ അച്ഛൻ ചന്ദ്രസേന അങ്കിളിനെ കുറിച്ചും എല്ലാം അറിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നെന്ന് പറയണം. അത് കുഴപ്പമില്ല കാർത്തിക, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറയാണ്. ഈ സമയം ഭയങ്കര സന്തോഷത്തിലാണ് സരയു. കാരണം കിരൺ മരിച്ചല്ലോ, ഇനിയിപ്പോൾ അത് ആഘോഷിക്കാം. അങ്ങനെ മനോഹറിനോട് പറഞ്ഞു ഒരു കേക്കൊക്കെ വാങ്ങിപ്പിക്കുവാണ്. കേക്കുമായിട്ട് മനോഹർ വന്നിട്ട് ചോദിച്ചു, അല്ല സരയു, ഇന്ന് ആരുടെയും ബർത്ത്ഡേ ആണോ, എന്തിനാ കേക്ക് മേടിച്ചോന്ന് ചോദിക്കണം. അപ്പോഴേക്കാണ് രാഹുലും ശാരി അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മോളെ, ഇന്ന് ആരുടെയും ബർത്ത്ഡേ ആണോ? രാഹുൽ പറഞ്ഞു, എന്റെ ബർത്ത്ഡേ ഇന്നല്ലോ എന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം മനോഹർ പറഞ്ഞു, അതിന് നിങ്ങളെ ആരെങ്കിലും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കണം. അതെന്താടാ, ഞാൻ എന്താ മനുഷ്യനല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം സരയു പറഞ്ഞു, അതെ നല്ല ഒന്നാമത്തെ ഒരു ദിവസമായിട്ട് ഇന്ന് വഴക്കിടേണ്ട കാര്യമില്ല എന്ന് പറയണം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ, എന്നോടെങ്കിലും ഒന്ന് പറ മോളൂ എന്ന് മനോഹർ പറയണം. അതൊക്കെ പറയാം മനുവേട്ടാ, ധൃതിപ്പെടല്ലേ, ഇന്നൊരു സന്തോഷമുള്ള ദിവസം, അതിന് മുറിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കേക്ക് വാങ്ങിച്ചതെന്ന് പറയണം എന്നും പറഞ്ഞിട്ട് സരയു അങ്ങോട്ട് കയറി പോവാ. ഈ സമയം രാഹുല് ശാരിയോട് ചോദിച്ചു, എന്താ ശാരി, എനിക്ക് അർത്ഥം എന്താ? അവള് മനസ്സിൽ എന്തോ ഒരു കണക്കൂട്ടലുകളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയാം. എനിക്കറിയത്തില്ല എന്താന്ന് പോലും അറിയത്തില്ല, കണ്ടറിഞ്ഞ് നമുക്ക് കാണാന്ന് പറയാണ്. പിന്നീട് കല്യാണിന്റെ അടുത്തേക്ക് കിരണും കാർത്തികയും കൂടെ ചെല്ലുവാണ്. ഈ സമയത്ത് കല്യാണി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മിക്കവാറും ആ വിക്രം അവൻ ഇതുപോലത്തെ കാണിച്ചു കൂട്ടുമെന്ന് മിക്കവാറും ആ പ്രകാശന് നേരത്തെ അറിവുണ്ടായിരിക്കാം. അതുകൊണ്ടാണല്ലോ പ്രകാശൻ അമ്മൂമ്മയോട് വെല്ലുവിളിച്ച് പറഞ്ഞെന്ന് ചോദിക്കണം. ഇതിന്റെ പിന്നില് ആ സരയുവിനോടൊപ്പം വിക്രം ഉണ്ടെന്ന് പറയാണ്, കിരണേട്ടെ ആക്രമിക്കുന്ന കാര്യത്തില്. ഇത് കേട്ടപ്പം കാർത്തിക പറഞ്ഞു, അത് ശരിയാ, അല്ലെങ്കിൽ ഒരു കാരണവശാലും
കല്യാണിയുടെ എൻ്റെ ആ ദുഷ്ടനായ അച്ഛൻ അത് മുൻകൂർ വിളിച്ച് പറയത്തില്ലോ എന്ന് പറയണം. അങ്ങനെയാണ് ഒരിക്കലും അവരെ വെറുതെ വിടല്ലെന്ന് പറയണം. അത് ശരിയാ. ഇത് ശരിക്കും അവൾക്കൊട്ടൊരു അടിയായിരിക്കും. ഞാൻ ജീവിച്ചിരിപ്പണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ മരിച്ചുപോയെന്ന് വിചാരിച്ചോണ്ടാ സരയു ഇരിക്കുന്നത്. ഞാൻ ജീവനോടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അവൾക്ക് ഭ്രാന്ത് പിടിക്കുന്നുള്ള കാര്യം ഉറപ്പാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ പോവാൻ കിരണേട്ട, അവൾ കാണട്ടെ കിരണേട്ടൻ എന്ന് പറയണം. ഈ സമയത്ത് കാർത്തി പറഞ്ഞതേ, ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കിരണിനോടെന്ന് പറയണേ. എന്ത് കാര്യം? ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറെ കാലമായിട്ട് മറച്ചു വെച്ചിരിക്കുന്ന കാര്യം. അല്ല അതെന്ത് കാര്യം? അതൊക്കെ വീട്ടിൽ ചെല്ലും വിശദമായിട്ട് കിരണേട്ടൻ പറഞ്ഞു തരുമെന്ന് പറയണം. എൻ്റെ ഏട്ടനെ കുറിച്ചാ. എൻ്റെ ഏട്ടനൊരു ദുഷ്ടനാ, അയാളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാന്ന് പറയണം. ശരി, എന്നാ നമുക്ക് പിന്നെ കാണാം. അല്ല കാർത്തിയേച്ചി വരുന്നുണ്ടോന്ന് ചോദിക്കുക വീട്ടിലേക്ക്. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കൊള്ളാൻ പറയാണ്. ഈ സമയം ഭയങ്കര സന്തോഷത്തിലാണ് സരയു ഇരിക്കുന്നത്. കാരണം ആരെങ്കിലും വരുന്നുണ്ടോ, അപ്പുറത്തെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെ ഓർത്തിരിക്കണം. അപ്പോഴേക്കും ഒരു ആംബുലൻസിന്റെ സൗണ്ട് കിട്ടും. സരയു പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കുകയാണ്. അപ്പൊ ആംബുലൻസ് വന്നിട്ട് അതിലൂടെ അങ്ങോട്ട് പോയി. ഇങ്ങോട്ടാന്ന് കരുതി ഇരുന്ന കൂട്ടക്കടച്ചിൽ അപ്പുറം ഉയരുമെന്ന് ഓർത്തിരുന്ന, പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. ഈ സമയം ചാരു വന്നിട്ട് ചെന്താ മോൾ എന്താ ഇങ്ങനെ ആംബുലൻസ് ഒക്കെ വരുമ്പത്തിന് ഓടി ഇറങ്ങി നോക്കണേന്ന് ചോദിക്കാം. അതെ, ഒരാളെ കൊണ്ടുവരുന്നുണ്ടോന്ന്. ആരെ? നിങ്ങളുടെ കെട്ടിയോനെ കൊണ്ടുവരുന്നുണ്ടോന്ന്. അതെന്താ അങ്ങേർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടോ മോളെന്ന് ചോദിക്കുകയാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറയണം. അതെ, മോള് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ അയാൾക്ക് ചിലപ്പോൾ കൊട്ടേഷൻ കൊടുക്കുമെന്ന് പറയണം. കാരണം അയാളുടെ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ മോളുടെ അച്ഛൻ്റെ. നിങ്ങളൊന്ന് പോകുന്നുണ്ടോ മനുഷ്യനെ സമനില തെറ്റിക്കാതെ? ഇതോടെ വിചാരിച്ചു എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ എന്ന് മനസ്സിലാവാണ്. എന്താന്ന് മാത്രം മനസ്സിലായില്ല. അവൾ കുറെ സമയമായിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ ഇതുവരെ ആയിട്ടും ഒരു ആംബുലൻസ് വരുമോ ആരും വരുമോ ഒന്നും ചെയ്തിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് പോലും സരയുവിന് മനസ്സിലായില്ല. ആ സമയം വിക്രം പ്രകാശിന്റെ അരിയിലേക്ക് ഇടണം. പ്രകാശം പറഞ്ഞു, എടാ വിക്രേ, ഇങ്ങനെ പോയിട്ടുണ്ടെ എങ്ങനെ ശരിയാവുന്നേ? ആ സരയു ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് അറിയാലോ. സത്യാവസ്ഥയൊക്കെ അറിഞ്ഞിട്ടാണെങ്കിൽ മിക്കവാറും അവള് നിന്നെ കൊല്ലൂന്ന് എനിക്ക് തോന്നുന്നേ. എടാ ഇതൊക്കെ ശരിക്കും കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാരും ചോദിക്കും. എന്റെ അച്ഛാ, ഞാൻ മാക്സിമം നോക്കിയതത്. പക്ഷെ അവന്മാർക്ക് പാളിപ്പോയെന്ന് പറയണം. ഒന്നും രണ്ടും അല്ല, കുറെ രൂപ മേടിച്ചെടുത്തേക്കുന്ന ആ സരുവിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ അവള് നിന്നെ വെറുതെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോന്ന് ചോദിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ ഇനി അവളെ കീഴടക്കണം. തന്ത്രം കൊണ്ടേ പറ്റുള്ളൂ. ഇങ്ങനെ നേർക്ക് നേർന്ന് പോരാട്ടം പറ്റില്ല, തന്ത്രപരമായിട്ട് നീങ്ങണമെന്ന് പറയണം. അങ്ങനെ ഒരു ഉപദേശവും കൊടുക്കുകയാണ്. ഈ സമയത്താണ് കിരണും കല്യാണിയും വീട്ടിലേക്ക് ചെല്ലുന്നത്. അവർ ചെന്നങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അപ്പുറത്തെ വീട്ടിൽ നിന്ന് സരയു ഇത് കണ്ടു. ഇത് കണ്ട സരയുവിന് സഹിച്ചില്ലേ. ഇവൻ മരിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ തന്നോട് കള്ളത്തരം പറഞ്ഞാണോ? പെട്ടെന്ന് സരയു എന്ത് ചെയ്യണം, സമനില ഏറ്റവും പോലെ പെരുമാറുവാണ്. അവിടെ ഇരുന്ന് പൂച്ചട്ടി എല്ലാം കൂടെ എടുത്തിട്ട് എറിയുവാണ്. ഇത് കണ്ടുകൊണ്ട് വന്നിട്ട് ചാരി വെച്ച്, എന്താ മോളെ നിനക്കത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഭ്രാന്ത് കടന്നു പോക്ക എന്റെ കൺമുന്നിന്ന് പറയാണ്. മോളെ നീ എന്തൊക്കെയാ കാണിക്കണേ? ദേ എന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ വന്നോണ്ടല്ലോ, നിങ്ങളെ കൊന്നു കളയുമെന്ന് പറയാണ്. പിന്നീട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നതിന് ചോദിച്ചു, മോളെ നീ എങ്ങോട്ടാ പോണേ? എങ്ങോട്ടേലും പൊക്കോളാം, നിങ്ങൾ എന്തിനാ അതൊക്കെ അറിയണേന്ന് ചോദിക്കുകയാണ്. സരയു നേരെ പോയത് വിക്രത്തിനെ കാണാനാണ്. വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഈ സമയം വിക്രം സരയു വരുന്നുണ്ടപ്പോ ഒന്ന് ഞെട്ടി. കാരണം ഇവൾ എന്തിനാ വരുന്നതെന്ന് അറിയാം, ചോദിക്കാനായിട്ടാണ്. വന്നിട്ട് ചോദിച്ചു, സത്യം പറയടാ, നീ എന്താ കാണിച്ച? നീ ആ കിരണിനെ കൊന്നെന്ന് പറഞ്ഞിട്ട് വെറുതെ എന്നോട് വിളിച്ച് കള്ളത്തരം പറഞ്ഞ എല്ലേന്ന് ചോദിച്ചോണ്ട് വിക്രത്തിന്റെ കോളറിനോട് കയറി കുത്തിപ്പിടിക്കുകയാണ്. നിന്നെ ഞാൻ വെറുതെ പെടുത്തില്ലടാന്നൊക്കെ പറഞ്ഞോണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു, സരയു, ഞാൻ അവനെ കൊന്നെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടില്ല. അവൻ മരണപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അവനെ കൊല്ലാനായിട്ട് പറ്റിയില്ല. എന്റെ ഗുണ്ടകൾക്ക് പണി പാളിയെന്ന് പറയാണ്. ഇത് കേട്ടതിന് സരയു പറഞ്ഞു, ഓഹോ, അപ്പൊ നിന്റെ ഈ തവണത്തെ പണി പാളിയില്ലേ? മുമ്പ് നിന്നെ ആ താര എന്ന് പറയുന്ന സ്ത്രീയെ കൊല്ലാൻ പറ്റിയിട്ട് അന്ന് നിനക്ക് പറ്റിയില്ല. ഇപ്പോഴാണ്ട് വീണ്ടും. സരയു, ഞാൻ പറയുന്നത് കേൾക്ക്. അവനെ അങ്ങനെ നേർക്ക് നേരെ എന്ന് അടിച്ചു ഒതുക്കാനായിട്ട് പറ്റില്ല. അവന് ഒരു 5-8 പേരുടെ ബലമുണ്ട്. അങ്ങനെയുള്ള ഇതിന് 3-4 പേര് എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സരയു പറഞ്ഞു, നിന്റെ ന്യായവാദങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് അവനെ തീർക്കണമായിരുന്നു പറയാം. ഒരവസരം കൂടെ എനിക്ക് ഞാൻ അവനെ തീർത്തോളാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ സരയു, നിനക്കിനി ഒരു അവസരം കൂടെ തരാനോ? എന്ത് സരയു, ഒരവസരം കൂടെ ഞാൻ പറഞ്ഞല്ലോ, അവനെ തന്ത്രപരമായിട്ട് ഞാൻ കീഴടക്കോളാന്ന് പറയണം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.